കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.77 കോടി വോട്ടർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇവർക്ക് വോട്ടിടുന്നതിനു വേണ്ടി 25,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ വോട്ടെടുപ്പ് സുഗമമായി നടത്തുന്നതിനു വേണ്ടി 1.5 ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടി 45,000-ലേറെ പോലീസുകാരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പോളിംഗ് സാധന സാമഗ്രികളൊക്കെ ഇന്ന് രാവിലെ 8 മണി മുതൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നായി ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി അതെല്ലാം ശേഖരിച്ച് ഇതുപോലുള്ള ബൂത്തുകളിലെത്തി ഇവിടെ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കണം, ഈ സാധന സാമഗ്രികളെല്ലാം ക്രമീകരിച്ച് സജ്ജീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഇരട്ട വോട്ടൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഈ വോട്ടെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതായിരിക്കും ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യം. മറ്റൊന്ന്, ചൂടുകാലമാണ്. കുടിവെള്ളം, അതായത് വോട്ടിടാൻ വേണ്ടി എത്തുന്ന വോട്ടർമാർക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ കുടിവെള്ളം ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ഇത്തവണത്തെ വോട്ടെടുപ്പ് പരാതികളൊന്നുമില്ലാതെ സുഗമമായി ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെയും എല്ലാവരുടെയും ലക്ഷ്യം.